ഓൺലൈൻ കോച്ചിങ് സ്ഥാപനത്തിന്റെ ഫൗണ്ടർ കൂടിയാണ്. അതുപോലെ തന്നെ എല്ലാ ഇന്ത്യൻസിനും പരിചിതമായ മുഖമാണ് സഞ്ജുവേട്ടൻ. അപ്പോ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ടാലന്റഡ് ആയ സഞ്ജുവേട്ടനെ ക്ഷണിക്കുവാണ്. താങ്ക് യു. സഞ്ജു ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സിലബസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന ടോപ്പിക്കാണ്. അപ്പോ ഇതെല്ലാവരും സിലബസ് ഇന്നലെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോ അതിനെക്കുറിച്ച് ഞാൻ ബ്രീഫ് ഒരു ഔട്ട്ലൈൻ തരാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ മൂന്നാമത്തെ സെഷനാണ്. 2 സെഷനും അടിപൊളിയായിരുന്നു. ഇനി നാളെ ഒരു മോക്ക് ടെസ്റ്റ് കൂടി ഉണ്ട്. അതുകൂടി ആയി കഴിഞ്ഞാൽ ഈ വിർച്വൽ ക്യാമ്പ് തീരും. പിന്നെ ഞാൻ ഈ സെഷൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാചകം വെച്ചിട്ടാണ്. എ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമനിസം, ഫോർ ടോളറൻസ്, ഫോർ റീസൺ, ഫോർ പ്രോഗ്രസ്, ഫോർ ദ അഡ്വഞ്ചർ ഓഫ് ഐഡിയാസ് ആൻഡ് ഫോർ ദ സെർച്ച് ഓഫ് ട്രൂത്ത്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ഓൺവേർഡ് മാർച്ച് ഓഫ് ദ ഹ്യൂമൻ റേസ് ടുവേർഡ്സ് ഈവൻ ഹയർ ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു വാക്കുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഈ കോളേജും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, യൂണിവേഴ്സിറ്റി എന്നാൽ വെറും പഠനം മാത്രമല്ല, വേറെയും കുറെ കാര്യങ്ങളുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അതിലെല്ലാം ഭാഗമാവണം. പഠനം മാത്രം ഫോക്കസ് ചെയ്യരുത് ഒരു യൂണിവേഴ്സിറ്റി പോകുമ്പോൾ. പിന്നെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സിലബസ്, എക്സാം പാറ്റേൺ, പിന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്. ഈ 3 ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ സെഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ആദ്യം തന്നെ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ 2ആയി തിരിക്കാൻ പറ്റും. ഒന്ന് പഴയത്, ഓൾഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ആ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2009 മുൻപ് എസ്റ്റാബ്ലിഷ് ആയ എല്ലാ യൂണിവേഴ്സിറ്റികളെയും നമുക്ക് ഓൾഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ന്യൂലി എസ്റ്റാബ്ലിഷ് യൂണിവേഴ്സിറ്റീസ്, ഇപ്പൊ 2009 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിവേഴ്സിറ്റീസിനെ ഞാൻ ന്യൂലി എസ്റ്റാബ്ലിഷ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നു. അപ്പൊ ഈ 2 സെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഓൾഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് യൂണിവേഴ്സിറ്റീസിൽ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആവും, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതേസമയം ന്യൂലി എസ്റ്റാബ്ലിഷ് യൂണിവേഴ്സിറ്റീസിൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്താലും ആ ഒരു എക്സ്പോഷറും ഒക്കെ ഒരുവിധം ഒന്ന് തന്നെയാണ്. എന്താന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിനെ യൂണിവേഴ്സിറ്റി ആക്കുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആവുമ്പോൾ ഇന്ത്യയിൽ നിന്ന് മൊത്തം വരുന്ന കുട്ടികൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു എക്സ്പോഷർ ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയാലും കിട്ടും. അപ്പോ ഈ പറഞ്ഞ ന്യൂലി എസ്റ്റാബ്ലിഷ് യൂണിവേഴ്സിറ്റീസിന് ഉള്ള എൻട്രൻസ് ടെസ്റ്റിനെയാണ് CUCT എന്ന് പറയാം. കഴിഞ്ഞ കൊല്ലം വരെ 14 സെൻട്രൽ യൂണിവേഴ്സിറ്റികളും 4 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്കുള്ള ഒറ്റ എൻട്രൻസ് ടെസ്റ്റ് ആയിരുന്നു. അപ്പോ ഇക്കൊല്ലം ഏതോ ഒരു യൂണിവേഴ്സിറ്റി ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി ഇതിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. ബാക്കി 14 യൂണിവേഴ്സിറ്റീസും 3 ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതന്നെയാണ് കൊല്ലം ഫോളോ ചെയ്യുന്നത്. പിന്നെ വൈസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇന്നലെ കുറെ പേര് പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ പ്ലേസ് വിത്ത് മോർ എക്സ്പോഷർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ സിലബസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ നെറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, ഗേറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും, PhD അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അപ്പൊ ഈ തുടർ പഠനത്തിന് ഉള്ള ആ ഒരു എൻട്രൻസുകൾ പിന്നെയും ഉണ്ടാവും. ആ ഒരു പഠനത്തിന് പഠിക്കാനുള്ളതും നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പൊ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം, നെറ്റിനെ പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ ഒരു എൻവിറോൺമെന്റൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലവും. ഇപ്പോ ഒന്ന് എന്താ പറയാ, കുട്ടികളുടെ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാവും. പിന്നെ പൊതുവെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും കുറച്ചും കൂടി ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ടിലാണ് കൂടുതലും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കാണാറ്. അതുകൊണ്ട് തന്നെ ആ ഒരു നഗരത്തിന്റെ ആ ഒരു
പ്രശ്നമൊന്നുമില്ലാതെ ആ ഒരു കാംനെസ് നമുക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ എല്ലാവർക്കും അറിയാം എമിനന്റ് ഫാക്കൽറ്റീസ് ആണ്, PhD, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഒക്കെ ഉള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്. പിന്നെ ബെറ്റർ ലൈബ്രറി ആൻഡ് ലാബ് ഫെസിലിറ്റീസ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ലാബുകളും ലൈബ്രറികളും ഉള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ്. അപ്പോ ആദ്യം തന്നെ സിലബസിനെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. 2021 സിലബസ് ഇതേവരെ ഒഫീഷ്യലി കൺഫേം ആയിട്ടില്ല. പക്ഷെ നമുക്ക് കഴിഞ്ഞ കൊല്ലങ്ങളിലെ ബേസ് ചെയ്തിട്ട് നമുക്ക് സിലബസിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ഞാൻ UG ആസ്പിറൻസിനുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ UG ആസ്പിറൻസ് +2 കഴിഞ്ഞവരാണ്. +2 കഴിഞ്ഞ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സസ് ഉണ്ട്, BSc കോഴ്സസ് ഉണ്ട്, BA കോഴ്സസ് ഉണ്ട് നിരവധി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ. അപ്പോ BSc ഇന്റഗ്രേറ്റഡ് MSc ആ ഒരു വിഭാഗം കുട്ടികൾക്കാണ് ഈ പാർട്ട് എയും പാർട്ട് ബിയും വരാം. ഈ പാർട്ട് എയിൽ വരുന്ന ചോദ്യങ്ങൾ 25 ചോദ്യങ്ങൾ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അനലിറ്റിക്കൽ സ്കിൽസ്, റീസണിങ്, ജനറൽ അവയർനെസ് ആ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് സയൻസ് ബേസ്ഡ് സ്റ്റുഡൻസിന് ഉള്ള പാർട്ട് എ വരാം. പാർട്ട് ബി വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അങ്ങനെ മൊത്തം 25 100 ചോദ്യങ്ങൾ വരും. ആ 100 ചോദ്യങ്ങളിൽ നിന്നും നമ്മൾ 75 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. ആ 75 ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിസിക്സ് 25 ചോദ്യം കമ്പൽസറി ആണ്, കെമിസ്ട്രി 25 ചോദ്യങ്ങൾ കമ്പൽസറി ആണ്. പിന്നെയുള്ള ആ ഒരു 25 ചോദ്യങ്ങൾ നമ്മൾ ഒന്നുകിൽ മാത്സ് അല്ലെങ്കിൽ ബയോളജി എഴുതിയാൽ മതി. നമ്മൾ രണ്ടും എഴുതാണെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സ്കോർ ഏതാണോ അത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് +2 കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് ബേസ്ഡ് സബ്ജക്ട്സിന് ഉള്ള എൻട്രൻസ് ടെസ്റ്റിന്റെ സിലബസ് ആണ്. അപ്പൊ അതിലെന്ന് പറയുമ്പോൾ 100 MCQകൾ വരും. ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, അനലിറ്റിക്കൽ സ്കിൽസ്, റീസണിങ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ് ഈ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് 100 ക്വസ്റ്റ്യൻസ് ആണ് +2 കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് ബേസ്ഡ് സബ്ജക്ട്സിന് എൻട്രൻസ് എഴുതുന്നവർക്ക് വരാം. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് PG ആസ്പിറൻസിന് ഉള്ളതാണ്. PG ആസ്പിറൻസ് 50ഓളം കോഴ്സസ് ഉണ്ട്. അപ്പൊ 50ഓളം കോഴ്സസ് ഞാൻ ഗ്രൂപ്പുകളായി കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് BEd ആണ്. BEdന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക 50 ചോദ്യങ്ങൾ ഈ പാർട്ട് എ സിലബസ് ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, അനലിറ്റിക്കൽ സ്കിൽസ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ പാർട്ട് ബി വരെ 50 ചോദ്യങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് MSW അല്ലെങ്കിൽ MA സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. MSW അല്ലെങ്കിൽ MA സോഷ്യോളജി എങ്ങനെയാന്ന് വെച്ചാൽ മൊത്തം 100 ക്വസ്റ്റ്യൻസിൽ 50 ചോദ്യങ്ങൾ പാർട്ട് എനെ ബേസ് ചെയ്ത് വരും. പിന്നെ 25 ചോദ്യങ്ങൾ സോഷ്യൽ വർക്കിനെ ബേസ് ചെയ്ത് വരും. പിന്നെ 25 ചോദ്യങ്ങൾ സോഷ്യോളജിനെ ബേസ് ചെയ്ത് വരും. ഈ സോഷ്യൽ വർക്കിന്റെയും സോഷ്യോളജിയുടെയും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ കൂടി നമ്മളിപ്പോ സോഷ്യൽ വർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ വർക്കിന്റെ ആ ഒരു പോർഷൻ മാത്രം എഴുതിയാൽ മതി. സോഷ്യോളജി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സോഷ്യോളജിയുടെ ആ ഒരു പോർഷൻ മാത്രം എഴുതിയാൽ മതി. നമുക്ക് അഥവാ സോഷ്യൽ വർക്കും സോഷ്യോളജി രണ്ടും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ 50 ചോദ്യങ്ങൾ എഴുതണം. ഇപ്പോ സപ്പോസ് നമ്മളിപ്പോ 50 എണ്ണം എഴുതി എന്ന് വിചാരിച്ച് 50 മാർക്ക് എന്തായാലും കിട്ടിയെന്ന് വിചാരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ വർക്കിന്റെ മാത്രം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എങ്കിൽ ആ ഒരു 25 ക്വസ്റ്റ്യൻസിന്റെ മാത്രമേ വാല്യുവേഷൻ ചെയ്യുള്ളൂ. 25 എങ്ങനെ 50 ആവണമെന്ന് വെച്ചാൽ × 2 മൾട്ടിപ്ലൈ ചെയ്യലാണ് പതിവ്. അപ്പൊ നമ്മൾ 25 ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ 50 മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാണ് വരുന്നത് MSW അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ബേസിൽ വരുമ്പോൾ. പിന്നെ അടുത്ത ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കിലെ മാസ്റ്റേഴ്സ് കോഴ്സസ് ആണ്. അപ്പൊ മ്യൂസിക്കിലെ മാസ്റ്റേഴ്സ് കോഴ്സസിനും 50 ചോദ്യങ്ങൾ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, അനലിറ്റിക്കൽ സ്കിൽസ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടും പിന്നെ 50 ചോദ്യങ്ങൾ മ്യൂസിക് അല്ലെങ്കിൽ ഫൈൻ ആർട്സിനെ ബേസ് ചെയ്തിട്ടാവും ഉണ്ടാവുക. പിന്നെ ഞാൻ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സസ് ഇൻ ആസാം യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ അവിടെയും ഈ പാർട്ട് എ കോമൺ ആണ്. പാർട്ട് ബി എന്ന് പറയുമ്പോൾ either 50 questions from water engineering and management അല്ലെങ്കിൽ 50 questions from aquacultural engineering, water resource development management, farm machinery and power engineering, food processing engineering ആ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് പാർട്ട് ബി വരിക.
അടുത്തത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA വരുമ്പോൾ 100 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അനലിറ്റിക്കൽ സ്കിൽസ്, റീസണിങ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ്. അതുപോലെ തന്നെ MBA പറയുമ്പോൾ ഡാറ്റ ഇന്റർപ്രിറ്റേഷന്റെ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആണ്. അതേസമയം ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസസ്, റിലീജിയസ് സ്റ്റഡീസ്, ഈ ഒരു ടോപ്പിക്സിനൊക്കെ 100 ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ വരുള്ളൂ. പിന്നെ അടുത്തത് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ഒരേ എക്സാം പാറ്റേൺ ആണ് വരിക. 25 ചോദ്യങ്ങള് ഇംഗ്ലീഷ് ജനറൽ അവയർനെസ്, അനലിറ്റിക്കൽ സ്കിൽസ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡും പിന്നെ 75 ചോദ്യങ്ങള് റെസ്പെക്റ്റീവ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. പിന്നെ ഞാൻ ഇനി എക്സാം പാറ്റേൺ പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പോ CUCT ഓഫ്ലൈൻ മോഡാണ്. OMR ഷീറ്റിൽ ബബ്ലിംഗ് ആണ് CUCT വരുന്നത്. മൊത്തം 100 ചോദ്യങ്ങളാണ്. 2 മണിക്കൂറിൽ എഴുതണം. ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് കൂടുതൽ സമയം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി ഏത് എക്സാം കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് CUCT. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ മാത്രമേ വരുള്ളൂ. പിന്നെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്ന് ചൂസ് ചെയ്താൽ മതി. പിന്നെ ഒരു കറക്റ്റ് ആൻസറിന് +1 മാർക്സും, ഒരു എണ്ണം തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു -0.25 മാർക്ക് ഉണ്ട്. നമ്മളൊന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിന് 0 മാർക്സ് ആണ് കിട്ടുക. ഈ നെഗറ്റീവ് മാർക്കിംഗ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 എണ്ണം അറ്റൻഡ് ചെയ്തിട്ട് 4 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ ആ 4 എണ്ണം തെറ്റിച്ചതിന്റെ -1ഉം ഒരെണ്ണം കറക്റ്റ് ആക്കിയതിന്റെ +1ഉം ക്യാൻസൽ ആവും. അപ്പൊ നമ്മുടെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 0 മാർക്സ് ആവും. അപ്പൊ നമ്മൾ ആ ഒരു 4 എണ്ണം തെറ്റിക്കാതെ ആ ഒരെണ്ണം അറിയുന്നത് മാത്രമേ എഴുതിയുള്ളൂ എങ്കിൽ ഒരു മാർക്ക് കിട്ടിയതിന് 0 കിട്ടിയതിന് പകരം. അപ്പൊ നമ്മൾ എപ്പോഴും നെഗറ്റീവ് മാർക്കിംഗ് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ടിപ്സ് ആണ്. ഇപ്പൊ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ അഡ്മിറ്റ് കാർഡിന്റെ ഒപ്പം ഒരു ഗവൺമെന്റ് ഫോട്ടോ ID കൊണ്ടുപോകണം. ഗവൺമെന്റ് ഫോട്ടോ ID എന്ന് പറയുമ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഇതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ MSWന്റെ കേസിൽ പറഞ്ഞ പോലെ ഇപ്പൊ 2 സെക്ഷൻ ഉണ്ടാവും. 2 സെക്ഷനിൽ ഒരു സെക്ഷനാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടു. അപ്പോ ഒരു സെക്ഷൻ എഴുതണ്ടു. അപ്പോ MSW ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ MSWന്റെ മാത്രമേ മാർക്ക് കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ UG ആണ് എങ്കിൽ ഇപ്പോ മാത്സും ബയോളജിയും എഴുതുകയാണെങ്കിൽ ഏതാണോ നല്ല മാർക്ക് വരുന്നത് ആ ഒരു മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ OMR മാർക്ക് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ബബിൾ ചെയ്യാതെ ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആൻസർ ഷീറ്റ് ചിലപ്പോൾ അത് നള്ളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ അത് വാല്യുവേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കോ അല്ലെങ്കിൽ മാർക്ക് കിട്ടാതിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് അബദ്ധവശാൽ ഒരെണ്ണം മാർക്കിംഗ് തെറ്റിച്ച മാർക്ക് ചെയ്യണമെങ്കിൽ അത് തിരുത്താൻ പിന്നെ രക്ഷയില്ല. അപ്പൊ നമ്മള് ശ്രദ്ധിച്ച് മാത്രം നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ OMR ബബിൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കറക്റ്റ് തന്നെയാണോ ബബിൾ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇപ്പൊ 21-ന് പകരം 31 ബബിൾ ചെയ്ത് തുടങ്ങി, പിന്നെ 22-ന് 32 ബബിൾ ചെയ്തു, അങ്ങനെ മൊത്തത്തിൽ തെറ്റാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് കിട്ടാതെ ശ്രദ്ധിക്കാം. പിന്നെ എന്താന്ന് വെച്ചാൽ CUCT കാൽക്കുലേറ്റർ അലൗ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കാൽക്കുലേഷൻസ് ഒക്കെ ലാസ്റ്റ് ഷീറ്റിൽ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലാസ്റ്റ് ഷീറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോ സ്വയം പേപ്പർ പെന്ന് വെച്ച് കാൽക്കുലേഷൻസ് പഠിക്കുക. തെറ്റാണെങ്കിൽ മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. അതൊക്കെ വളരെ വേഗത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേഗമായി ആൻസർ കിട്ടും. പിന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എക്സാം മനസ്സിലാക്കണം. അതിനുശേഷം സിലബസ് നന്നായി എക്സ്പ്ലോർ ചെയ്യണം. സിലബസ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയലും ബുക്സും കണ്ടെത്തണം. ബുക്സും സ്റ്റഡി മെറ്റീരിയലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളൊരു എക്സാം ആവുമ്പോൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആവണം, സ്വയം മോട്ടിവേറ്റഡ് ആയി ഇരിക്കണം. പിന്നെ നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ടൈം ബൗണ്ട് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം യൂസ്ഫുൾ ആവും. എന്താ വെച്ചാൽ ടൈം മാനേജ്മെന്റ് പഠിക്കണമെങ്കിൽ ടൈം ബൗണ്ട് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം.
അപ്പോൾ ടൈം ബൗണ്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്താ എങ്ങനെ പഠിക്കണം എന്നുള്ളത്, പാർട്ട് എ പ്രിപ്പറേഷൻ എന്തായാലും നല്ല രീതിയിൽ പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ പാർട്ട് എയിൽ കിട്ടുന്ന മാർക്ക് വളരെയധികം ഡിസൈസീവ് ആണ്. ഇപ്പോ നമുക്ക് മൊത്തം ഒരു കട്ട് ഓഫ് വരെ 50-60 അടുത്തൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ കിട്ടും. അപ്പൊ നമ്മള് ഈ പാർട്ട് എയിൽ ഒരു 20 ഔട്ട് ഓഫ് 25 കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് പാർട്ട് ബി ഒരു 40 ഔട്ട് ഓഫ് 75 സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൺസെപ്റ്റ്സ് ആണ് വേണ്ടത്. എല്ലാം വാരി വലിച്ച് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പെറ്റീന്ന് വരില്ല. നമുക്ക് ഒക്കെ ഒരു ഐഡിയ വേണം. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അത്രേ വേണ്ടൂ നമ്മളൊരു CUCT. വേറെ ഏത് എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ CUCT വളരെ എളുപ്പമാണ്. പിന്നെ നമ്മൾ റിവിഷൻ വേണം. നമ്മൾ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ചയും ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കണം. നമ്മൾ റിവിഷൻ ഇല്ലാതെ കുറെ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ എത്ര കുറച്ച് പഠിക്കുന്നു അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല റിസൾട്ട് തരും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യരുത്. ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് എന്തായാലും ഫോക്കസ് ചെയ്യണം. പിന്നെ എന്തായാലും ടൈം മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ്മെന്റിന് ഉള്ള കുറെ യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫൈനൽ നോട്ട് എന്നുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് മാത്രം പഠിക്കുക. വേറെ ആരും ഇത് പഠിച്ചാൽ നന്നാവും അത് പഠിച്ചാൽ നന്നാവും എന്ന് വിചാരിച്ച് ഒന്നും പഠിക്കാൻ പോകരുത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ കുറെയൊക്കെ സെൽഫ് സ്റ്റഡി വേണ്ടി വരും. നമ്മളെ പിന്നാലെ നടക്കാനോ ഒന്നിനും ഒരാളുണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ സ്വയം മോട്ടിവേറ്റഡ് ആയി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കേണ്ടി വരും. പിന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ടാവും. ലൈബ്രറി ഫെസിലിറ്റീസ് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ നല്ല ഗുണം ചെയ്യും. പിന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു മിനി ഇന്ത്യയിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ഫീലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് മൊത്തം ഉള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പരിചയപ്പെടുക, നമ്മള് അവരെ കൾച്ചേഴ്സ് സ്വീകരിക്കുക, നമ്മുടെ കൾച്ചേഴ്സ് അവരായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. We are ready to help you. Okay, Rifas, any questions till now? ചേട്ടാ അപ്പൊ അത് കഴിഞ്ഞോ? നമുക്ക് Q&A കടന്നാലോ? ഓ, Q&A കൊടുക്കാം. അപ്പൊ നിങ്ങളെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, നല്ല മറുപടി തരും. Hello, sir. Hello. എൻ്റെ പേര് ശാരിക. ഞാൻ PG മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ അതിന്റെ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇത് തന്നെ വരുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാർട്ട് എയിൽ വരിക മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അനലിറ്റിക്കൽ സ്കിൽസ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്. അപ്പോ ഒരു സ്പെസിഫിക് ടോപ്പിക് വരും എന്ന് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും അവരുടെ ഈ എക്സാം പാറ്റേൺ മാറുന്നുണ്ട്, സിലബസ് മാറുന്നുണ്ട്. എന്നുവെച്ചാ ഇപ്പോ സീരീസ് തന്നെ ആൽഫബറ്റിക് സീരീസ് വരും, നമ്പർ സീരീസ് വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ പഠിക്കുമ്പോ എല്ലാതും പഠിച്ചിരിക്കേണ്ടി വരും. പിന്നെ സാറേ അതിനെന്തെങ്കിലും ഇപ്പോ റെഫർ ചെയ്യാൻ എന്തെങ്കിലും ബുക്ക് ഉണ്ടാവുമോ? ബുക്ക് ഉണ്ടാവുമോന്ന് വെച്ചാ നിങ്ങള് നല്ലൊരു കോച്ചിങ് നോക്കുക, അതന്നെ. പാർട്ട് എ കോച്ചിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്, ഞങ്ങള് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. കമന്റ് ബോക്സിൽ എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഞാൻ വായിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, അഡ്മിഷൻ പ്രോസസ്സ് ഏകദേശം എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. സഞ്ജുവേട്ടാ.
ഓക്കെ, അത് മോസ്റ്റ് പ്രോബബ്ലി ഈ മാസം അവസാനം കോൾ ഫോർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു മാസം എന്തായാലും അപ്ലൈ ചെയ്യാൻ സമയം ഉണ്ടാവും. എക്സാം വരാൻ പോകുന്നത് മിക്കതും സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ മിക്കതും എക്സാം ഉണ്ടാവും. അതും ഉറപ്പ് പറയുന്നില്ല, ആവാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് എ വായിക്കാം. ആൻഡ് പാർട്ട് ബി സെപ്പറേറ്റ് മാർക്ക് ഉണ്ടോ? മീൻസ് രണ്ട് സെക്ഷനിൽ നിന്നും ഇത്ര മാർക്ക് മസ്റ്റ് ആയിട്ട് വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ മൊത്തത്തിൽ മാർക്കാണ് കഴിഞ്ഞ കൊല്ലം വരെ കൺസിഡർ ചെയ്തിരുന്നത്. ഇക്കൊല്ലം അങ്ങനെ ഒരു നിർബന്ധം വെക്കുവോ എന്ന് അറിയില്ല. മിക്കതും വെക്കാൻ സാധ്യതയില്ല. മൊത്തത്തിൽ മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. മൊത്തത്തിൽ ഒരു 50, 55, 60 ഉണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ കോഴ്സസിനും കിട്ടും. സൈക്കോളജി ഒക്കെ ഒരു 70 റേഞ്ചിലൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞ കൊല്ലം. അപ്പോ ഓരോ കൊല്ലവും കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ കൊല്ലം 55, 60 ആ ഒരു റേഞ്ച് വന്നു ഓൺലൈൻ കൗൺസിലിംഗ് ആയപ്പോ. പാർട്ട് ബി ഫിസിക്സ്, കെം, മാത്സ്. അത് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ +2നെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് വരിക. അതോ നിങ്ങൾ MSc ഫിസിക്സ്, MSc കെമിസ്ട്രിക്ക് ഒക്കെ ആണെങ്കിൽ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി ആ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. പിന്നെ MSW കുറിച്ച് പറയാവോ? ഓക്കെ, MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. എന്റെ എക്സാം പാറ്റേൺ വരുന്നത് 50 മാർക്ക് പാർട്ട് എ ടോപ്പിക്സ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അനലിറ്റിക്കൽ സ്കിൽസ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്. പിന്നെ 25 ക്വസ്റ്റ്യൻസ് സോഷ്യൽ വർക്കിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ സോഷ്യോളജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ MSW മാത്രം MSW മാത്രം പഠിക്കാൻ താല്പര്യമുള്ളൂ എങ്കിൽ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം സോഷ്യോളജി കൂടി പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ സോഷ്യോളജി കൂടി അറ്റൻഡ് ചെയ്യാം. പിന്നെ MSc മാത്സ് എൻട്രൻസ് എക്സാമിനെ കുറിച്ച് പറയാമോ? ഓക്കെ, MSc മാത്സിന്റെ എക്സാമിൽ വരുമ്പോ പാർട്ട് എ 25 ചോദ്യങ്ങൾ വരും. പാർട്ട് ബിയിൽ വരുമ്പോ ഡെഫിനിറ്റ് ഇന്റഗ്രൽ, പിന്നെ റിയൽ അനാലിസിസ്, പിന്നെ ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് പറയാവേ. ഓക്കെ, ആൽജിബ്ര, റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ഇന്റഗ്രൽ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്ടർ കാൽക്കുലസ്, ലീനിയർ പ്രോഗ്രാമിംഗ്. ഈ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് MSc മാത്സിൽ ക്വസ്റ്റ്യൻസ് വരിക. അതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് തിയറി, വെക്ടർ കാൽക്കുലസ്, കോംപ്ലക്സ് അനാലിസിസ്, ഡെഫിനിറ്റ് ഇന്റഗ്രൽ, മെട്രിസസ്. ഈ ഒരു ടോപ്പിക്സ് ആണ് MSc മാത്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ MCOM സിലബസ് എന്ന് പറയുന്നത് പാർട്ട് എ കോമൺ ആണ്. പിന്നെ BCOMല് പഠിച്ച ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ MCOMല് എൻട്രൻസ് എക്സാമിൽ വരുന്നുണ്ട്. പിന്നെ MSW പറഞ്ഞു. സയൻസ് സബ്ജക്ട്സിൽ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് UG സിലബസ് തന്നെയാണോ? ബോട്ടണി വരുന്നത് ലൈഫ് സയൻസസ് ആ ഒരു സെറ്റിലാണ്. അപ്പൊ അതില് ബയോടെക്നോളജി, സുവോളജി, ബോട്ടണി എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. MSc ബോട്ടണിയുടെ എൻട്രൻസ് എക്സാമില് സുവോളജി, മൈക്രോബയോളജി, പിന്നെ ബോട്ടണി, ബയോടെക്നോളജി ഈ ഒരു ടോപ്പിക്സിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് MSc ബോട്ടണിയുടെ എൻട്രൻസ് എക്സാമിൽ ഉണ്ടാവും. പിന്നെ സിലബസ് പറഞ്ഞു. MA മലയാളം സിലബസ് അത് നോക്കേണ്ടി വരും. കൗൺസിലിംഗ് മീൻസ് ഇന്റർവ്യൂ ആണോ? കൗൺസിലിംഗ്, ഓൺലൈൻ കൗൺസിലിംഗ് ഇന്റർവ്യൂ അല്ല. അത് നമ്മള് CUCT എക്സാം കോമൺ ആണ് 14 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്. അപ്പൊ ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടെ, ഇപ്പൊ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് കൂടി അപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ 2 യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തത് കൊണ്ട് എന്റെ 2 യൂണിവേഴ്സിറ്റിയുടെ
റാങ്ക് ലിസ്റ്റിലും വരും. എക്സാം കഴിയുമ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടെ അവരുടെ അവിടെ അപ്ലൈ ചെയ്ത കുട്ടികളുടെ ബേസ് ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഇടും. അപ്പോ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടും അപ്ലൈ ചെയ്തത് കൊണ്ട് എന്റെ പേര് 2 റാങ്ക് ലിസ്റ്റിലും വരും, മിനിമം ഒരു മാർക്ക് ഉണ്ടെങ്കിൽ ട്ടോ. അപ്പോ കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ളത് കൊണ്ട് എനിക്ക് എവിടെയാണോ താല്പര്യം ഞാൻ അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സിന് കണ്ടിന്യൂ ചെയ്യണം. അവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കൊല്ലം അത് ഓൺലൈൻ കൗൺസിലിംഗ് ആയിരുന്നു, കൊറോണയൊക്കെ കാരണം അത് ഓൺലൈൻ കൗൺസിലിംഗ് ആയിരുന്നു. അപ്പൊ ഓൺലൈൻ കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെയധികം കൂടി. മുൻപ് അത് ഓഫ്ലൈൻ കൗൺസിലിംഗ് ആയിരുന്നു. ഓഫ്ലൈൻ കൗൺസിലിംഗ് ആയിരുന്ന സമയത്ത് നമ്മള് യൂണിവേഴ്സിറ്റിയെ പോയി കൗൺസിലിംഗ് നടത്തുമ്പോൾ പൊതുവെ അധികാരും എന്താ പറയാ കൗൺസിലിംഗിന് ചെല്ലാറില്ല. അതുകൊണ്ട് തന്നെ ചെല്ലുന്നവർക്ക് ഒരുവിധം എല്ലാവർക്കും അഡ്മിഷൻ കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഫുള്ളി ഓട്ടോമേറ്റഡും ഫുള്ളി ഓൺലൈനും ആയതുകൊണ്ട് കട്ട് ഓഫ് ഇത്തിരി ഒന്ന് കൂടി. അതാണ് കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ടായത്. ഹലോ, പറഞ്ഞോളൂ. അതായത് അപ്പം നമ്മളിപ്പോ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ മാത്രമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൗൺസിലിംഗ് സംഭവം അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ? അത് വേണ്ടി വരും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള മാത്രം അറ്റൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതിൽ അവരെന്നാ ചോദിക്കുക? അതില് ചോദിക്കുക നമ്മള് CUCT-ന്റെ മാർക്ക്, പിന്നെ നമ്മള് ക്വാളിഫയിങ് ഡിഗ്രി, അതൊക്കെ ആ ഒരു സമയമാകുമ്പോൾ അവർ ചോദിക്കും. ഓരോ യൂണിവേഴ്സിറ്റിയും ഡിഫറെന്റ് കാര്യങ്ങളാണ് ചോദിക്കുക. ചിലയിടത്ത് TC ചോദിക്കും, ചിലയിടത്ത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കും, ചിലയിടത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കും, അതുപോലെ തന്നെ നമ്മുടെ CUCT സ്കോർ, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ അവർ ചോദിക്കും. അത് ഓരോ യൂണിവേഴ്സിറ്റിയും ചോദിക്കുന്നതിന് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. MA എക്കണോമിക്സ് പാർട്ട് A വരുന്നത് 25 ചോദ്യം, പാർട്ട് B വരുന്നത് 75 ചോദ്യം. BA സൈക്കോളജി എൻട്രൻസ് എക്സാമിനെ കുറിച്ച് പറയാമോ? BA സൈക്കോളജി എൻട്രൻസ് എക്സാം UG പേപ്പർ 2 ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതില് 100 മാർക്കിന് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അനലിറ്റിക്കൽ സ്കിൽസ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ഈ ടോപ്പിക്സ് ആണ് BA സൈക്കോളജിയുടെ എൻട്രൻസ് എക്സാമിൽ വരുന്നത്. റിഫാസ്, ഇനി ഏതാ ക്വസ്റ്റ്യൻ നോക്കണ്ടേന്നൊന്ന് പറയോ? കൊറേ വന്നിട്ടുണ്ട്. ഹലോ പറഞ്ഞോളൂ. സാർ, പിന്നെ MSc ലൈഫ് സയൻസ് അതിലെന്താ പഠിക്കാനുണ്ടാകുക? അതിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ? കോഴ്സിനെ കുറിച്ചിട്ടാണോ എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ടാണോ? കോഴ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, MSc ലൈഫ് സയൻസ് അങ്ങനെ കാര്യമായി പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല. മേ ബി എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം പറയുമ്പോ കറക്റ്റ് ആയി പറയണല്ലോ, എനിക്ക് കൃത്യമായി അറിയില്ല അതിനെ കുറിച്ച്. ഓക്കെ, താങ്ക് യു സർ. റിഫാസ്, ചോദ്യങ്ങളൊന്ന് പറഞ്ഞുതരോ? കൊറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എവിടെയാ നിർത്തിയെന്നറിയില്ല. നിങ്ങൾ അവസാനം ഏത് ക്വസ്റ്റ്യനാ പറഞ്ഞിട്ടുണ്ടായേ? അതന്നെ എന്റെനും പോയി. MCOM സിലബസ്, MBOC, മാസ്റ്റർ വൊക്കേഷണൽ കോഴ്സ് ഒക്കെ ചെയ്യും. ഫുള്ളി എൻട്രൻസ് ബേസ്ഡ് ആണോ അഡ്മിഷൻ? ഇന്റർവ്യൂ ഓർ എനി അതർ മെത്തേഡ് ഓഫ് അഡ്മിഷൻ ഉണ്ടോ? കഴിഞ്ഞ കൊല്ലം വരെ ഫുള്ളി എൻട്രൻസ് ബേസ്ഡ് ആയിരുന്നു. ഇന്റർവ്യൂ ഇതേവരെ CUCT-നെ ബേസ് ചെയ്തിട്ട് ഒറ്റ യൂണിവേഴ്സിറ്റിയും ഇന്റർവ്യൂ ചെയ്യുന്നില്ല. MBA-ക്ക് പോലും ഇന്റർവ്യൂ ഇല്ല. നമ്മളെ എൻട്രൻസ് എക്സാമിന്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് CUCT-യിലുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വരുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ PG കോഴ്സിന് എത്ര സീറ്റ് ഒക്കെയാണ് ഉള്ളത്? അത് ഓരോ യൂണിവേഴ്സിറ്റിയിലും മാറും. ഇന്നലെ നല്ല രീതിയിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കഷൻ നടന്നിരുന്നു. അപ്പോ അതിന്റെ റെക്കോർഡിംഗ് യെസ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനലിൽ വരും. അപ്പൊ ഒന്ന് കണ്ടാൽ മതിയാവും തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലെ ഏത് കോഴ്സാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ
അഡ്മിഷൻസ് ടാബ് ഉണ്ടാവും. അഡ്മിഷൻസ് ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോസ്പെക്ടസ് ഉണ്ടാവും. പ്രോസ്പെക്ടസ് ഇല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞ് ഒരു PDF ഉണ്ടാവും. ഒരുവിധപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ PDF അവൈലബിൾ ആണ്. ആ ഒരു PDF നോക്കിക്കഴിഞ്ഞാൽ ഏത് കോഴ്സിന് എത്ര സീറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എംവോക് കോഴ്സസ് ഉണ്ടോന്ന് ചോദിക്കുന്നത്. മാസ്റ്റർ എന്തോ? വൊക്കേഷണൽ മാസ്റ്റേഴ്സ് ഉണ്ടോന്ന് ചോദിക്കുന്നത്. എംവോക്ക് ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ചെക്ക് ഒരേ ചെയ്ത് മിനിറ്റ്. എംവോക്ക് എന്നല്ലേ പറഞ്ഞേ? ആ മാസ്റ്റർ ഇൻ വൊക്കേഷണൽ. ഇല്ല, കാണുന്നില്ല. ഓക്കെ, അത് IGNG ഉണ്ടോന്ന് കേട്ടോ, മാസ്റ്റർ വൊക്കേഷണൽ. അടുത്ത ക്വസ്റ്റ്യൻ LLB യെ കുറിച്ച് പറയാമോ? LLB യോ? LLB ബാച്ചുലർ ഓഫ് ലോ. അത് ഞാനിപ്പോ എന്താ പറഞ്ഞേ? LLB രണ്ട് രീതിയിൽ പഠിക്കാം. നമുക്ക് ഒന്നുകിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് LLB പഠിക്കാം, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് LLB കോഴ്സസ് ഉണ്ട്. BA LLB, BSc LLB. ഞാൻ എന്താ പറഞ്ഞേ? അടുത്ത ക്വസ്റ്റ്യൻ MSW മാത്രം മതിയെങ്കിൽ 75 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതിയോ? 75 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. കഴിഞ്ഞ കൊല്ലം വരെ 75 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇക്കൊല്ലം അതിന് മാറ്റം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വരും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2020 ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇക്കൊല്ലത്തെ ഇതേവരെ ഒന്നും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോ അനൗൺസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോ മനസ്സിലാക്കാൻ പറ്റും. MA ഹിന്ദി സിലബസ് പറയാമോ? MA ഹിന്ദി പാർട്ട് ഒരു സെക്കൻഡ്. കാണുന്നുണ്ടോ? ഇതാണ് MA ഹിന്ദി സിലബസ്. हिंदी साहित्य का काल विभाजन और नामकरण, हिंदी साहित्य का इतिहास, हिंदी साहित्य की विविध विधाएं एवं रचनाकार, प्रयोजन मूलक हिंदी के विविध रूप, जन संचार माध्यमों में हिंदी, ഭാരതീയ കാവ്യശാസ്ത്ര, ഹിന്ദി വ്യാകരൺ. അടുത്ത ചോദ്യം എന്തായിരുന്നു? സർ, MSW സോഷ്യോളജിക്കും കൊടുത്താൽ എക്സാമിന് രണ്ടും എഴുതണമല്ലോ. അപ്പോ സോഷ്യോളജി പേപ്പറിന് എക്സ്ട്രാ ടൈം ഉണ്ടാവോ? മൊത്തം 100 ചോദ്യങ്ങളേ ഉള്ളൂ. അതില് എക്സ്ട്രാ ടൈം ഒന്നും ഉണ്ടാവില്ല. 100 ചോദ്യങ്ങളേ ഉള്ളൂ. MSc ബോട്ടണി CUK-ൽ അവൈലബിൾ ആണ്. MA മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒന്ന് പറയാമോ? സിലബസും എൻട്രൻസിന്റെ കാര്യങ്ങളെ കുറിച്ച്. MA മാസ് കോം സിലബസ് വരുന്നത് ജനറൽ അവയർനെസ് ഓഫ് general awareness of Indian political and economic environment, international developments, awareness of current public issues, Indian history and social science, information communication technologies and its application in media industry, mass media and society. ഇതെല്ലാം 2020 ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. 2021 ഇങ്ങനെ തന്നെ ആവണം എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, എന്നാലും ഇങ്ങനെ ആവാൻ സാധ്യത കൂടുതലാണ്.
അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ആ. പാർട്ട് എ സിലബസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പാർട്ട് എ വരുന്നത് കാണിച്ചു തരാം. പാർട്ട് എ സിലബസ് കാണുന്നില്ലല്ലോ. കാണുന്നില്ല. പാർട്ട് എയില് സിലബസ് ഡീറ്റെയിൽ ചെയ്ത് പോണോ? പറയണോ? ഇല്ല, അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. ഒന്ന് വെറുതെ ടോപ്പിക് പറഞ്ഞു കൊടുത്തേ. ഓക്കെ. നോക്കട്ടെ. ഇല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ. അത് 4 ടോപ്പിക് അല്ലേ ഉള്ളൂ. ഓക്കെ, പാർട്ട് എയില് വരുമ്പോ നമ്പർ സിസ്റ്റം ആൻഡ് ഡിവിസിബിലിറ്റി, analogy, important books and authors, HCF and LCM, states and capitals, organs in human beings, percentage, president and vice president and prime minister, പിന്നെ volcanoes and earthquake, interest, physiology of India, classification, interest part 2, Indus Valley civilization and Vedic period, Mughal Empire, number series, parliament, profit and loss, important days of year, permutation combination, alphabet series, discount, constituent assembly and features of constitution, revolt of 1857 and socio-cultural movement, letter series, fraction, average, Gandhian era, probability, clock, universe and solar system, latitude and longitude, partnership, blood relation, international organizations, trigonometry, time, speed and distance, welfare schemes, pipes and cistern, calendar, ratio and proportion, awards and winners, Venn diagram, time and work, ICT, direction, area perimeter, heights and distances, age, partnership, പിന്നെ വരുന്നത് ഇത്രയൊക്കെ തന്നെയാണ് പാർട്ട് എയിൽ വരുന്നത്. സഞ്ജയുടെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയ മാത്രം നോക്കാം, ബാക്കി ഞായറാഴ്ചത്തേക്ക് മാറ്റി വെക്കാം. ഓക്കെ. ഹലോ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 50-60 മാർക്ക് കിട്ടിയ 6 യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തതിൽ നിന്ന് എവിടെ അഡ്മിഷൻ കിട്ടാനാവും ചാൻസ് കൂടുതൽ? നല്ല ചോദ്യം. അത് ഓരോ കൊല്ലവും ഓരോ യൂണിവേഴ്സിറ്റിയിലും കട്ട് ഓഫുകൾ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇക്കൊല്ലം ഇവിടെ കിട്ടി എന്ന് വിചാരിച്ച് അടുത്ത കൊല്ലം അവിടെ തന്നെ കിട്ടണം എന്നില്ല. അത് ഓരോ കൊല്ലത്തെയും ആ ഒരു കോമ്പറ്റീഷനെ ബേസ് ചെയ്തിട്ടാവും. പൊതുവെ സൗത്ത് ബീഹാറൊക്കെ കൊടുത്ത എന്തായാലും കിട്ടും. പക്ഷെ അവിടെ അത്രയ്ക്കും ഇൻഹോസ്പിറ്റബിൾ ആണ്, അത്ര നല്ലൊരു യൂണിവേഴ്സിറ്റി അല്ല. പിന്നെ സൗത്ത് ബീഹാർ എന്തായാലും കിട്ടുന്ന ഒരു സ്ഥലമാണ്. വേറെ ഒരുവിധം എല്ലായിടത്തും നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. ജമ്മു കാശ്മീർ ഒക്കെ പിടിച്ചാൽ മതി, വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയാന്ന് വിചാരിച്ചു, പിന്നെ പറയാതിരുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് വാ. MSW MA സോഷ്യൽ വർക്ക് ഒരു ക്വസ്റ്റ്യൻ ആണോ? അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആണെന്ന്. രണ്ടിനും കൂടി MSW MA സോഷ്യൽ വർക്ക് അല്ലേ? ഇത് സെയിം തന്നെ. ഒന്ന് തന്നെയാ. മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. BA സൈക്കോളജി എൻട്രൻസ് എക്സാമിനെ കുറിച്ച് പറയാമോ?
BA സൈക്കോളജി ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. പാർട്ട് എ ടോപ്പിക്സ് ആണ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അനലിറ്റിക്കൽ സ്കിൽസ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്. ഈ 4 ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് BA സൈക്കോളജിയുടെ എൻട്രൻസിൽ വരിക. സബ്ജക്ട് വൈസ് പ്രീവിയസ് സിലബസ് ഷെയർ ചെയ്യാമോ? MTTM കുറിച്ച് പറയാം. അത് റിഫാസ് പറയുന്നതാണ് നല്ലത്. MTTM എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അത് അതുപോലെയുള്ള യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് MBA കോഴ്സ് അല്ല. ചിലപ്പോൾ MBA കോഴ്സ് ടൂറിസത്തിന്റെ സ്പെഷ്യലൈസേഷൻ എടുക്കാനും പറ്റും. ഇപ്പോൾ ഇന്നലെ ഷെയർ ചെയ്ത ഇതിൻ്റെ അകത്ത് കൃത്യമായി ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് MTTM ഉള്ളത് എന്നുണ്ട്. ഇപ്പോൾ റെലവെന്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ MBA വിത്ത് ട്രാവൽ ആൻഡ് ടൂറിസം നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അടുത്തത് ലൈഫ് സയൻസ്, MSc സൈക്കോളജി, MA എക്കണോമിക്സ്. സഞ്ജുട്ടാ, ലൈഫ് സയൻസ് സിലബസ്. ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ബ്രോഡർ ടോപ്പിക്സ് ആണ്. ബോട്ടണിന്ന് വരും, സുവോളജിന്ന് വരും, എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് വരും. MSc സൈക്കോളജി, MA എക്കണോമിക്സ്. ഒരു മിനിറ്റ്. ഓക്കെ, ലൈഫ് സയൻസസില് ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, മൈക്രോബയോളജി, മോളിക്കുലാർ ജെനറ്റിക്സ്, പ്ലാന്റ് സയൻസസ്, അനിമൽ സയൻസസ്, ഈ ടോപ്പിക്സ് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് പൊതുവെ എല്ലാ കൊല്ലവും. പിന്നെന്താ പറഞ്ഞ MA എക്കണോമിക്സ് അല്ലേ? MA എക്കണോമിക്സ് പാർട്ട് എ പാർട്ട് ബി എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ അത് 100 ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എക്സാമിനും 2 മണിക്കൂർ 100 ക്വസ്റ്റ്യൻ. MA എക്കണോമിക്സിൽ വരുമ്പോ പാർട്ട് എ 25 ചോദ്യവും പാർട്ട് ബി 75 ചോദ്യങ്ങളാണ് വരുന്നത്. MSW ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എ കൂടാതെ സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്ക് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടോ, ഓർ കമ്പൈൻഡ് ആണോ? കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. സെപ്പറേറ്റ് ആണ്. ഒരു മിനിറ്റ്. പറഞ്ഞു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഒക്കെ ഇല്ലേ, അപ്പൊ അവിടെ സെപ്പറേറ്റ് അല്ല എക്സാം, അതിനെ കുറിച്ച് ഒന്ന് പറയുമോ? ഓക്കെ, കഴിഞ്ഞ കൊല്ലം വരെ 14 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് CUCT എന്ന എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. പോണ്ടിച്ചേരിക്ക് സെപ്പറേറ്റ് എക്സാം ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, ജാമിയ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, അലിഗഡ് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, DU സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, JNU സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. 14 എണ്ണം. ഞാൻ ആദ്യത്തെ ഒരു സ്ലൈഡിൽ പറഞ്ഞ പ്രകാരം ഓൾഡും ന്യൂവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ന്യൂ യൂണിവേഴ്സിറ്റീസ് എല്ലാതും CUCTന്റെ അണ്ടറിലും ഓൾഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ സെപ്പറേറ്റ് എക്സാം ആയിരുന്നു. അപ്പൊ ഇക്കൊല്ലം ചെറിയൊരു കൺഫ്യൂഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ NEP പ്രകാരം ഒറ്റ എക്സാം ആക്കാൻ സാധ്യതയുണ്ട്. അപ്പോ എന്തുണ്ടായെന്ന് വെച്ചാൽ UGC 18-ാം തീയതി, ഈ മാസം 18-ാം തീയതി ഒരു സർക്കുലർ ഇറക്കി. കഴിഞ്ഞ കൊല്ലത്തെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എക്സാംസ്. പുതിയ CUCT ഇക്കൊല്ലം നടപ്പാക്കില്ല. അപ്പോ കഴിഞ്ഞ കൊല്ലത്തെ അതേ റൂൾസ് ആണ് ഇക്കൊല്ലം എക്സാമിന് ഫോളോ ചെയ്യുന്നത്. ഇപ്പോ അഞ്ജലിക്ക് എന്താണ് കൂടുതൽ അറിയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ ബേസ് ചെയ്ത് പറയാം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഇല്ലേ, അതിന്റെ എൻട്രൻസിനെ കുറിച്ചിട്ട് അത് സെപ്പറേറ്റ് ഇപ്പൊ വിളിച്ചിട്ടുണ്ടല്ലോ, പോണ്ടിച്ചേരി വിളിച്ചു, ഹൈദരാബാദും വിളിച്ചു. എന്താണ് അറിയേണ്ടത്? അപ്പൊ അതും ഇതും സെപ്പറേറ്റ് അല്ലേ? സെപ്പറേറ്റ് ആണ്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെയാണ് ഇക്കൊല്ലം അഡ്മിഷൻ പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്, പോണ്ടിച്ചേരി സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്, 14 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. ഓക്കെ, താങ്ക് യു. പിന്നെയുള്ള ക്വസ്റ്റ്യൻ MSc ഫോറൻസിക് സയൻസ്. CUCTന്റെ അണ്ടറിൽ ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്നില്ല. ഫോറൻസിക് സയൻസ് ഇല്ല, വേറെ യൂണിവേഴ്സിറ്റീസിൽ നോക്കേണ്ടി വരും. MSc കെമിസ്ട്രി സിലബസ് പാർട്ട് എ കോമൺ ആണ്, പിന്നെ പാർട്ട് ബി BSc സിലബസിനെ ബേസ് ചെയ്തിട്ടാണ്. MSc സ്റ്റാറ്റിസ്റ്റിക്സ്.
അതും BSc ബേസ് ചെയ്തിട്ട് തന്നെയാണ്. MSc മൈക്രോബയോളജി അത് ലൈഫ് സയൻസിന്റെ എക്സാം അല്ലേ? ലൈഫ് സയൻസ് വരുമ്പോ ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, മൈക്രോബയോളജി, പ്ലാന്റ് ആൻഡ് അനിമൽ സയൻസസ്, ഈ ടോപ്പിക്സിനൊക്കെ എക്സാമിൽ വരും. ഈ ടോപ്പിക്സിന് കോമൺ ആണ്, ഒരൊറ്റ പേപ്പറാണ്, എല്ലാ എക്സാമിനും കോമൺ ആണ്. ബയോകെമിസ്ട്രിയുടെ, ബയോടെക്നോളജിയുടെ, മൈക്രോബയോളജിയുടെ, ബോട്ടണി, സുവോളജി, ഇതിനെല്ലാത്തിനും ഒറ്റ കോമൺ എക്സാം പേപ്പറാണ്. MA ഹിസ്റ്ററി. MA ഹിസ്റ്ററി അതും എന്താ പറയാ, ഹിസ്റ്ററി ഒരു സെക്കൻഡ് ഞാൻ പറയാം. അല്ല, പാർട്ട് ബി ഞാൻ പറയാം. പാർട്ട് ബി സ്പ്ലിറ്റ് ചെയ്തിരുന്നു. Okay, Stone Age and Chalcolithic Age, Indus Valley Civilization and Vedic Age, State Formation and Ancient India and Ancient Indian Empires, Age of Religion, Mauryan Age, Post-Mauryan Age, Early State and Society in South India. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ വരുന്നത് റീജിയണൽ സ്റ്റേറ്റ്സ് ഡ്യൂറിംഗ് ഗുപ്താസ്, ഗ്രോത്ത് ഓഫ് വൈഷ്ണവ ആൻഡ് ശൈവ റിലീജിയൻ, പിന്നെ ഏർലി മിഡീവൽ ഇന്ത്യ, ഡൽഹി സുൽത്താനേറ്റ്, വിജയനഗര ആൻഡ് ബഹ്മനി കിങ്ഡം, ഭക്തി മൂവ്മെന്റ്, മുഗൾ എംപയർ, ഹിസ്റ്റോഗ്രാഫി ഇന്ത്യ, ഹിസ്റ്റോഗ്രാഫി അതേഴ്സ്, പിന്നെ കൊളോണിയലിസം ഇൻ ഇന്ത്യ, സ്ട്രക്ചർ ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, നാഷണൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, മാസ് മൂവ്മെന്റ്സ് ആൻഡ് ബ്രിട്ടീഷ് റൂൾ. പിന്നെ വരുന്നത് Indian National Congress Summits, Gandhian Movements, Constitutional Developments, French Revolution and English Revolution, American Revolution and Russian Revolution, World War I and World War II. അങ്ങനെയാണ് MA ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് വരുന്നത്. എക്സാം സെന്റേഴ്സ് കേരളത്തില് ഒരുവിധപ്പെട്ട എല്ലാ ജില്ലയിലും ഉണ്ട്. തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ഉണ്ടോന്ന് ഉറപ്പില്ല, കണ്ണൂർ ഉണ്ടായിരുന്നു, പിന്നെ എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ ജില്ലയിലും ഉണ്ട്. നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് CUCT. MSc ബയോടെക്നോളജി എക്സാമിന് സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ബയോടെക് റിലേറ്റഡ് മാത്രമാണോ വരും? ഞാൻ ഒരു വട്ടം കൂടി പറയാം. ബയോടെക്നോളജി എക്സാമിൽ വരുന്നത് ഏതായിരുന്നു? ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, മൈക്രോബയോളജി, പ്ലാന്റ് സയൻസ്, അനിമൽ സയൻസ്, ഈ ടോപ്പിക്സ് എന്നൊക്കെ ഏത് സബ്ജക്റ്റിന്റെ എക്സാം ആയാലും ഇതൊക്കെ ഒറ്റ കമ്പൈൻ എക്സാം ആയതുകൊണ്ട് എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ട് എക്സാം എഴുതേണ്ടി വരും. ആർക്കിയോളജി, മ്യൂസിയോളജി സിലബസ് പറയാം. ഏതോ MA ആർക്കിയോളജി, MA മ്യൂസിയോളജി. ആർക്കിയോളജി, ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് CU കർണാടക ഓഫർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ രാജസ്ഥാൻ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കിയോളജി വേറെ ഒരിടത്തിലും അവൈലബിൾ അല്ല. ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി CU ഹരിയാനയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. CU കർണാടക ഹിസ്റ്ററി കോഴ്സിൽ ആർക്കിയോളജിനെ ബേസ് ചെയ്തിട്ടും പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ പഠിച്ചു തുടങ്ങിയ MSc മാത്സ് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എത്രയായിരുന്നു അറിയാവോ? ഇപ്പൊ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു ഡെയിലി ഒരു മിനിമം ഒരു 3 to 4 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ അത്രയധികം ഹൈപ്പ് കൊടുക്കല്ല, എന്നിരുന്നാൽ കൂടി ഇപ്പോ CUCT ലെവല് കൂടിയിട്ടുണ്ട്. പൊതുവെ കുറച്ച് എളുപ്പമാവാറുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ. കഴിഞ്ഞ കൊല്ലം തൊട്ട് അത്യാവശ്യം ടഫ് ആവുന്നുണ്ട് എക്സാം. അപ്പോ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. മാത്സ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത്
ആദ്യം ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാവുക. പിന്നെ കുറെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരു മെന്ററെ കണ്ടെത്തുക. മെന്ററെ കണ്ടെത്തിയിട്ട് ആളോട് ലൈക്ക് ഒരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ അത് നല്ലൊരു കാര്യമാണ്. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ്മെന്റും പിന്നെ എത്രത്തോളം കറക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ലാസ്റ്റ് മൊമെന്റ്സിലൊക്കെ ലാസ്റ്റ് മൊമെന്റ് ആയിട്ടില്ല, എന്നിരുന്നാൽ കൂടി നമുക്ക് വർക്ക് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് സഞ്ജോട്ടാ, സ്പീഡ് പോവാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത് യൂസ്ഫുൾ ആണോ? ഏഞ്ചൽ ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് യൂസ്ഫുൾ ആണ്. എന്താന്ന് വെച്ചാൽ കുറെയൊക്കെ ആ ഒരു ബേസിൽ വരും. പാർട്ട് എ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പാർട്ട് ബി കുറെയൊക്കെ ആ ഒരു സിമിലർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യാറ്. അടുത്ത ചോദ്യം, എക്സാം ബേസ്ഡ് കോച്ചിങ് അവൈലബിൾ ആണോ? ലേണേഴ്സിന്റെ പാർട്ട് എന്റെ അസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. പാർട്ട് ബി MA ഹിസ്റ്ററി, MSc കെമിസ്ട്രി, MSc ജോഗ്രഫി, MSc മാത്സ്, പിന്നെ MSW, പിന്നെ MA ഇംഗ്ലീഷ്, പിന്നെ MA എക്കണോമിക്സ്, ഇതിനൊക്കെയുള്ള പാർട്ട് ബി അസിസ്റ്റൻസ് കൂടി ലേണേഴ്സിന്റെ കൊടുക്കുന്നുണ്ട്. പാർട്ട് എ അസിസ്റ്റൻസ് ലേണേഴ്സിന്റെ കൊടുക്കുന്നുണ്ട്. അടുത്തത് MSc ഫിസിക്സ് സിലബസ്, പിന്നെ MSc മാത്സ് ഒക്കെ ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സിലബസ് തന്നെയാണ് ഈ വർഷം റിപ്പീറ്റ് ചെയ്യുക, ചേഞ്ച് വരുമോ? ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ വെച്ചിരുന്നു. ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ കൊല്ലത്തെയാണ്. മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും മാറില്ല എന്ന് ഞാൻ പറയില്ല. മാറാതിരിക്കാം, കൂടുതലും മാറാൻ സാധ്യതയില്ല. MSc മാത്സ് ലാസ്റ്റ് കട്ട് ഓഫ് പറയാമോ? ഇപ്പൊ പഠിച്ച അത് പറഞ്ഞതാണല്ലേ. ഓക്കെ, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ? ഫീസ് സ്ട്രക്ചർ ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ കോഴ്സിനും വ്യത്യാസമുണ്ട്. പൊതുവെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. എന്നിരുന്നാലും വലിയ കുറവൊന്നുമില്ല, അത്യാവശ്യം ഫീ ഒക്കെ ഉണ്ട്. ജാമിയ അലിഗഡിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. എന്നിരുന്നാൽ കൂടി പോണ്ടിച്ചേരി കമ്പയർ ചെയ്യുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പുതിയതായി വന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോണ്ടിച്ചേരിനേക്കാൾ ഫീസ് കുറച്ചൊന്ന് കുറവാണ്. ഫീസ് സ്ട്രക്ചർ ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ കോഴ്സിനെ ബേസ് ചെയ്ത് മാറും. അത് ഏതിനെ ബേസ് ചെയ്തിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലെ ഏത് കോഴ്സ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറഞ്ഞുതരാൻ പറ്റും, അല്ലാതെ ജനറലി പറയാൻ പറ്റില്ല അത്. സിലബസ് പറയലൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, MA ഇംഗ്ലീഷ്, MSc ബോട്ടണി ആൻഡ് സിലബസ്, MA ആർക്കിയോളജി മിഷിയോളജി, സിലബസിന്റെ PDF ഗ്രൂപ്പ് ഓക്കെ പറഞ്ഞോ. സർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ടോ? ഞാൻ ഒരു വട്ടം പറഞ്ഞു, പാർട്ട് എ റിപ്പീറ്റേഷൻ അധികം വരാറില്ല. എന്നിരുന്നാലും പാർട്ട് ബി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്ത് പഠിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, MSc ജിയോളജി പഠിക്കാൻ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ബെസ്റ്റ്? CU കർണാടക, CU കേരള, CU തമിഴ്നാട് ഓഫർ ചെയ്യുന്നുണ്ട്. ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എനിക്കറിയില്ല. അങ്ങനെ പറയാൻ ഓരോരുത്തർക്കും റിലേറ്റീവ് ആണ്. ഒരാൾക്ക് നല്ലതാണെന്ന് തോന്നുന്നത് വേറൊരാൾക്ക് നല്ലതാവണമെന്നില്ല. ഇപ്പോ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ബാക്കി ഒരാൾക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഏതാണ് ബെസ്റ്റ് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് ഒരു എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇറ്റ്സ് റിലേറ്റീവ്. ഓക്കെ, UG ഫൈനൽ ഇയർ സ്റ്റുഡൻസിനുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയാമോ? മീൻസ് പ്രിപ്പയർ ചെയ്യാൻ 1 ഇയർ മുന്നിൽ ഉള്ളവർക്ക് ഫോർ PG. ഏത് കോഴ്സാണ്? കോഴ്സ് ഏതാ? UG ഫൈനൽ ഇയർ ഏതാ കോഴ്സ് പറഞ്ഞില്ല കേട്ടോ, ജനറൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, 1 ഇയർ ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആക്കുക. ഇപ്പൊ ബാച്ചിലേഴ്സ് പഠിക്കുന്നത് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സ് നല്ല സ്ട്രോങ് ആണെങ്കിൽ പാർട്ട് ബി നല്ല സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക്, അതിലൊരു സംശയമില്ല.
നമ്മൾ ബാച്ചിലേഴ്സിൽ പഠിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് കുറെ ചോദ്യങ്ങൾ വരിക. എന്നിരുന്നാൽ കൂടി ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസും പിന്നെ ഈ എൻട്രൻസ് എക്സാമിന് വരുന്ന സിലബസും ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. NG യൂണിവേഴ്സിറ്റിയുടെ സിലബസും സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന്റെ സിലബസും ചെറിയ വ്യത്യാസമുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്ക് നമ്മുടെ ബാച്ചിലേഴ്സിന്റെ നല്ലൊരു ഫൗണ്ടേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എക്സാമും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കൺസെപ്റ്റിനെ കുറിച്ചും ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. എന്ത് ചോദിച്ചാലും നമ്മളെ കൊണ്ട് അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അല്ലാതെ അത്രേ ഉള്ളൂ. ഓക്കെ, എൻട്രൻസ് ബേസ്ഡ് ബുക്സ് അവൈലബിൾ ആണോ? എൻട്രൻസ് ബേസ്ഡ് കോച്ചിങ്ങിനെ കുറിച്ചും പറയാമോ? ഓക്കെ ഓക്കെ ലേണേഴ്സ്റ്റ എൻട്രൻസ് ബേസ്ഡ് കോച്ചിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങള് പാർട്ട് എന്റെ അസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ പാർട്ട് ബി ചെയ്യുന്നത് 7 സബ്ജക്ട്സിനാണ്. MA ഹിസ്റ്ററി, MSc കെമിസ്ട്രി, MSc ജോഗ്രഫി, MA ഇംഗ്ലീഷ്, MSW, MSc മാത്സ്, പിന്നെ MA എക്കണോമിക്സ്. 7 സബ്ജക്ട്സിനാണ് ഞങ്ങളിപ്പോ പാർട്ട് ബി അസിസ്റ്റൻസ് ചെയ്യുന്നത്. പാർട്ട് എ അസിസ്റ്റൻസ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഹലോ, ഓക്കെ, ചോദിച്ചോ. ഈ കോച്ചിങ് MSW കോച്ചിങ് കൊടുക്കുന്നുണ്ട് പറഞ്ഞില്ലേ, അപ്പൊ അതെങ്ങനെയാ കൊടുക്കുന്നത്? ഈ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലേണേഴ്സ്റ്റ ആപ്പ് ഒരു ആപ്പാണ്. അപ്പൊ നമ്മൾ ആപ്പ് ത്രൂ ആണ് നമ്മൾ അസിസ്റ്റൻസ് മൊത്തം ചെയ്യുന്നത്. നമുക്ക് വീക്ക്ലി 3 ലൈവ് സെഷൻസ് ആണ് പാർട്ട് എയിൽ വരുന്നത്. അപ്പോ എയ്തർ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അനലിറ്റിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ്, ഈ ഏതെങ്കിലും ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആഴ്ചയിൽ 3 സെഷൻസ് വരുന്നത്. നമ്മുടെ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിന്റെ റെക്കോർഡിംഗ് നമ്മൾ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അതിനെ ബേസ് ചെയ്ത് ഇപ്പോ ക്ലാസ് എടുക്കുന്നതിനെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റും ക്വിസസും ഒക്കെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. നമ്മളത് വാട്സാപ്പ് ത്രൂ അല്ല, നമുക്കൊരു ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലേണേഴ്സ്റ്റ സെർച്ച് ചെയ്ത ഫസ്റ്റ് വരുന്ന ആപ്പ് നമ്മുടെയാണ്. ഓക്കെ. ഓക്കെ, റിഫാസ് വേറെ ചോദ്യങ്ങളുണ്ടോ? സർട്ടിഫിക്കറ്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. സിലബസിനെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ ടൈമിൽ പ്രയോജനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. EWS പ്രയോജനം ഉണ്ട്. കഴിഞ്ഞ കൊല്ലം കുറെ പേർക്ക് EWS വെച്ച് കിട്ടി ചരിത്രമുണ്ട്. പൊതുവെ കഴിഞ്ഞ കൊല്ലം OBC-നേക്കാ കട്ട് ഓഫ് കുറഞ്ഞിരുന്നു EWS. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ EWS സർട്ടിഫിക്കറ്റ് വെച്ച് അഡ്മിഷൻ കിട്ടിയ കുറെ കുട്ടികളുണ്ട് കഴിഞ്ഞ കൊല്ലം. EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. തഹസിൽദാർ തരുന്ന സെൻട്രൽ പർപ്പസിനുള്ള EWS സർട്ടിഫിക്കറ്റ് വേണം. VI ഓഫീസർ തരുന്ന സർട്ടിഫിക്കറ്റ് മതിയാവൂല കേട്ടോ. അതാദ്യം നോക്കേണ്ട ഒരു കാര്യമാണ്. OBCയും അതുപോലെ തന്നെ റിസർവേഷൻ കൊടുക്കും. സെൻട്രൽ പർപ്പസിന് എന്ന് പറഞ്ഞ് നമ്മള് തഹസിൽദാരുടെ കയ്യിൽ നിന്ന് വാങ്ങണം. ഏതൊരു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷന്റെ സമയത്ത് കിട്ടുന്ന സെൻട്രൽ പർപ്പസിനുള്ള പറഞ്ഞു. ഓക്കെയാണ്. സെൻട്രൽ പർപ്പസിന് നമ്മൾ വാങ്ങണം, അത്രേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അത് നീ കുറെ വട്ടമായി പറയുന്നു, സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി വരില്ലെങ്കിലും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇപ്പോ ഓരോ ടോപ്പിക്കില് നമ്മൾ കടന്നു പോകും. അപ്പൊ ആ ഒരു ടോപ്പിക്കുകൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ കിട്ടും. ആ ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എക്സാം നല്ല എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഉപകാരം. അതല്ലാതെ അതേ സെയിം ക്വസ്റ്റ്യൻ വരുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. കുറെ സിലബസ് വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, BSc ബോട്ടണി ഗ്രാജുവേറ്റ്സിന് ഏതൊക്കെ കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും? PG CUS സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നാണ് തോന്നുന്നത്.
ഓക്കെ, അത് നോക്കേണ്ടി വരും. അതല്ലാതെ അതിപ്പോ ഓരോ യൂണിവേഴ്സിറ്റിയിലും അത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ജനറലായി അപ്ലൈ ചെയ്യാവുന്ന കോഴ്സസ് ആണ് MSW, MBA. ആ കോഴ്സസ് ഒക്കെ ഏത് സ്ട്രീമിൽ നിന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല സയൻസ് സ്ട്രീമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾ നിർബന്ധം പറയും ഇന്നത് കോഴ്സ് പഠിച്ചവർക്ക് ഈ കോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ. അത് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റി ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോളോ ചെയ്യേണ്ടി വരും. പിന്നെ സിലബസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇക്കൊല്ലത്തെ സിലബസ് റിലീസ് ആവട്ടെ. നിങ്ങൾ എന്തായാലും ബാച്ചിലേഴ്സിൽ പഠിച്ചിട്ടുള്ളതൊക്കെ ഒന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യൂ. സിലബസ് വരട്ടെ, CUCT അനൗൺസ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ക്യാൻ വി ഗെറ്റ് സബ്ജക്ട് വൈസ് എൻട്രൻസ് സിലബസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്? ഓക്കെ, സിലബസ് വരട്ടെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു ഇയർ 1 or 2 ഇയേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ കൂടുതൽ എൻ്റെ കയ്യിലില്ല. എന്നെ കോണ്ടാക്ട് ചെയ്താൽ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അതൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സഞ്ജുവേട്ടാ, MA ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങളും സിലബസുകളും ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാള്. ഓക്കെ, MA ഇംഗ്ലീഷിലെ ഒരേ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. സഞ്ജു സാറിന്റെ നോട്ട് ചോദിക്കുന്നുണ്ട് കുറെ പേര് കേട്ടോ, പേഴ്സണലായിട്ട് മെസ്സേജ്. എന്തോ സഞ്ജു സാറിന്റെ സ്ലൈഡ് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ, സ്ലൈഡ് ഷെയർ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, MA ഇംഗ്ലീഷിന് ഫോക്കസ് ചെയ്യേണ്ടത് റൊമാൻറ്റിക് ഏജ്, വിക്ടോറിയൻ ഏജ്, ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി, പിന്നെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. എന്ന് വെച്ച് ഇതിൽ നിന്ന് മാത്രമേ വരുള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കൂടുതൽ സബ്ജക്ട്സ് ഉണ്ട്. ഇതൊക്കെ കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ബ്രോഡ് ടോപ്പിക്സ് ആണ് പറയുന്നത്. ലിറ്ററേച്ചർ ആകുമ്പോൾ നമ്മൾ ഒരു നല്ല പരന്ന വായനയുള്ളവർക്ക് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എക്സാം എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിലും എക്സാം പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇപ്പോ HCUല് ഗ്രാമറിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. ഇഫ്ലുലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോഴ്സസിനനുസരിച്ച് എക്സാം എൻട്രൻസ് എക്സാമിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ CUCT ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. എന്നിരുന്നാൽ കൂടി നല്ല ബ്രോഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോ ഇംഗ്ലീഷ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. റൊമാൻറ്റിക് ഏജ്, വിക്ടോറിയൻ ഏജ്, പിന്നെ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഈ ടോപ്പിക്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് സെഷൻസ് ഞങ്ങൾ എങ്ങനെയാ ചെയ്യാറെന്ന് വെച്ചാൽ, ഞങ്ങള് ആദ്യം ഒരു ഡിസ്കഷൻ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് സെഷൻ. അങ്ങനെയാണ് MA ഇംഗ്ലീഷ് പ്രിപ്പറേഷൻ ലേണേഴ്സ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് കുറച്ചും കൂടി വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അരയാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ചോദ്യം വരും എന്നുള്ളത്. നമ്മളൊരു വായിച്ച് എന്താ പറയാ, വായിച്ചെടുത്ത് ഒരു അങ്ങനെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് എക്സാമിൽ വരുമ്പോഴേ. കേൾക്കുന്നുണ്ടോ? സഞ്ജയുടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതും കൂടി പറഞ്ഞാൽ ഓ, പറ. കേൾക്കാം. ഹലോ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. CUCT ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് MSc മാത്തമാറ്റിക്സ് ഓഫർ ചെയ്യുന്നത്? ഞാൻ MSc മാത്സിനെ ബേസ് ചെയ്തിട്ട് യെസ് ഇന്ത്യയിൽ ഒരു പ്രസന്റേഷൻ ചെയ്തിരുന്നു. അതിന്റെ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം ഗ്രൂപ്പില്. അത് മതിയാവില്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയാം. ഒരു മിനിറ്റ്, അതായിരിക്കും നല്ലത്. ഒരു മിനിറ്റ് ഞാൻ പറയാം.
CU ഹരിയാന, CU ജമ്മു, CU ജാർഖണ്ഡ്, പിന്നെ CU കശ്മീർ, കേരള, കർണാടക, പഞ്ചാബ്, രാജസ്ഥാൻ, സൗത്ത് ബീഹാർ. രാജസ്ഥാനിൽ എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ MSc കൂടാതെ MSc B.Ed കോഴ്സ് കൂടി ഓഫർ ചെയ്യുന്നുണ്ട് CU രാജസ്ഥാനില്. അതാണ് MSc മാത്സ് ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അണ്ടർ CUCT. ഓക്കെ, നമുക്കത് വൈൻഡപ്പ് ചെയ്യായിരിക്കും അല്ലേ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി കോൺടാക്ട് ചെയ്യാം. 9447384648. അത് ലേണസ്റ്റേയുടെ വാട്സാപ്പ് നമ്പർ ആണ്. കോൺടാക്ട് ചെയ്ത് എന്തായാലും റിപ്ലൈ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ലേണസ്റ്റയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ learnestay.in വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട. താങ്ക് യു ഓൾ. ഒരു ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സിന് ഇന്ത്യ കണ്ണൂർ ചാപ്റ്ററിന്റെ മെമ്പർ പ്രിയപ്പെട്ട സൂര്യകിരണിനെ വെൽക്കം ചെയ്യുവാണ്. ഹലോ, കേൾക്കാവല്ലോ? കേട്ടൂടെ? പറഞ്ഞോടാ. പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, നമ്മൾ ഇന്ത്യ കണ്ണൂർ ചാപ്റ്ററിന്റെ 3 ദിവസങ്ങളായി നടക്കുന്നത് ജൂലൈ 23, 24, 25 ദിവസങ്ങളായി നടക്കുന്ന റോഡ് ടു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നൊരു ക്യാമ്പിന്റെ സെക്കൻഡ് ഡേ ആണിത്. 3rd സെഷനാണ്. നമ്മളൊക്കെ പ്രിയങ്കരനായ സഞ്ജു ഏട്ടനാണ് കഴിഞ്ഞ 2 മണിക്കൂറോളം നീണ്ട ഈ സെഷൻ എടുത്തത്, വളരെ മനോഹരമായിട്ട് എടുത്തത്. ഞാനും കുറേ സമയം ഇരുന്ന് കേൾക്കുന്നത്. ഞാനും ഒരു ഡിഗ്രി ഫൈനൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പോരാത്തതിന് ഈ ഒരു പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ നമ്മൾ ഒരിക്കലും ഇത്രത്തോളം വലിയൊരു സപ്പോർട്ട് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഈ ഒരു പരിപാടി പങ്കെടുക്കുകയും വലിയൊരു വിജയമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെയാണ് ഇതിന്റെ അവസാന ദിവസം. 25-ാം തീയതിയാണ് അവസാനത്തെ സെക്ഷൻ വരുന്നത്. ഇന്ന് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും നാളെയും കൂടി ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്ത നമ്മുടെ സ്വന്തം സഞ്ജു ഏട്ടനെ ഇന്ത്യ കണ്ണൂർ ചാപ്റ്ററിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു സെഷൻ, നല്ലൊരു പ്രസന്റേഷനോടുകൂടി വെരിയൻ നമ്മൾ സഞ്ജു ഏട്ടൻ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു സഞ്ജു ഏട്ടൻ ഫോർ ബീയിങ് ഹിയർ, ആൻഡ് താങ്ക് യു എവരിവൺ. താങ്ക് യു എവരിവൺ.